ഒരു വീണ്ടെടുക്കപ്പെട്ടവനും പാപത്തിന്റെ പ്രേരണ വരാം. കെന്നത്ത് ഹേഗൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തലയുടെ മുകളിലൂടെ കിളി പറന്നു പോകുന്നതിന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ എന്റെ തലയിൽ അത് കൂടുവെക്കുന്നതിനെ തടയാൻ പറ്റും. 1000 പാപത്തിന്റെ ചിന്ത നിന്റെ മനസ്സിൽ കൂടെ കടന്നു പോയിരിക്കും, പക്ഷെ അത് നിന്റെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യാതെ റെസിസ്റ്റ് ചെയ്യാൻ നിനക്ക് പവർ തന്നിട്ടുണ്ട്. പാപം നിന്റെ മർത്യ ശരീരത്തിൽ കർത്തൃത്വം നടത്തരുത് എന്നല്ല വചനം പറയുന്നത്, നടത്തുകയില്ലല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര പേർക്ക് ചങ്കൂറ്റുകൊണ്ട് പറയാൻ, പാപം എന്റെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹത്തെ അനുസരിക്കുമാറ് വാഴത്തില്ല, ഞാൻ ക്രിസ്തുവിലായ ആകയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, എന്റെ ആ ലസ്റ്റ് കഴിഞ്ഞുപോയി. ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഈ കുക്കർ തിളയ്ക്കുന്ന പോലെ തിളച്ചോണ്ടിരിക്കുമ്പോൾ പറയണം, എന്റെ ദേഷ്യം കഴിഞ്ഞുപോയി. അബ്രഹാമിന്റെ ശരീരത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തെ ക്ഷീണിച്ചില്ല. കാരണം വാഗ്ദത്തം ആത്മീയമാണ്, ബലഹീനത ശരീരത്തിനേ ഉള്ളൂ. ഈ നീതീകരിക്കപ്പെട്ടത് സ്പിരിറ്റിലാണ്. പാപത്തിൽ ജനിച്ച ശരീരത്തിന് ചെറിയ ചില കുഴപ്പങ്ങളുണ്ട്, പക്ഷെ ആ ശരീരത്തിന്റെ ബലഹീനതയിലും എന്റെ കർത്താവ് പറഞ്ഞത് ഞാൻ പറയാൻ തീരുമാനിച്ചാൽ 100-ാം വയസ്സിൽ തലമുറ ഉണ്ടായതുപോലെ പാപ ശരീരം കൊണ്ട് നീ നീതി ഫലം കായ്ക്കും.